أعوذ بالله من الشيطان الرجيم. يوم تأتي كل نفس تجادل عن نفسها وتوفى كل نفس ما عملت وهم لا يظلمون. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. ولقد جاءهم رسول منهم فكذبوه فأخذهم العذاب وهم ظالمون. فكلوا مما رزقكم الله حلالا طيبا واشكروا نعمة الله إن كنتم إياه تعبدون. إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به فمن اضطر غير باغ ولا عاد فإن الله غفور رحيم. ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون. متاع قليل ولهم عذاب أليم. ഈ വചനങ്ങൾക്ക് തൊട്ടു മുമ്പുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ സമയത്ത് സത്യനിഷേധികൾ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പല ആരോപണങ്ങളും ഉന്നയിക്കുകയും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഖണ്ഡനം മറുപടി ആ ആയത്തുകളിലുണ്ട്. അല്ലാഹു ഒരു ആയത്തിറക്കിയാൽ ചിലപ്പോൾ ആ ആയത്തുകളെ മാറ്റി തൽസ്ഥാനത്ത് മറ്റ് ഹുക്കുമുകൾ അടങ്ങിയ വചനങ്ങൾ കൊണ്ടുവരും.
അത് സത്യനിഷേധികൾ ആരോപിച്ചപ്പോൾ അള്ളാഹുവാണ് അവൻ അവതരിപ്പിക്കുന്ന വചനങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നവനെന്നും വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികൾക്ക് ഹുദയും ബുഷറയും ഹിദായത്തും സന്തോഷവുമാണ് എന്ന് അവിടെ വ്യക്തമാക്കി തന്നു. ഇതുപോലെ തന്നെ മുഹമ്മദ് നബിക്ക് വിശുദ്ധ ഖുർആൻ ഏതോ ഒരാൾ, മക്കയിൽ വന്ന ഏതോ ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അറബി അല്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണല്ലോ പറയുന്നത് എന്നതിനെ ഗണ്ണിച്ച് അള്ളാഹു പറഞ്ഞു. അങ്ങനെ വിശുദ്ധ ഖുർആൻ അതിലൂടെ പഠിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ സത്യവിശ്വാസികൾ ഉൾക്കൊള്ളും. സത്യവിശ്വാസികളാണ് ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊള്ളുന്നവർ എന്ന് അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, ആദ്യകാല വിശ്വാസികളിൽപ്പെട്ട പ്രമുഖനായ സ്വഹാബി, മുശ്രിക്കുകൾ അദ്ദേഹത്തെ പിടിച്ച് ബന്ധിക്കുകയും അവരുടെ ആലിഹത്തുകളെക്കുറിച്ച് നല്ലത് പറയാൻ, നന്മ പറയാൻ നിർബന്ധിക്കുകയും, അങ്ങനെ നിർബന്ധിക്കപ്പെട്ട് അദ്ദേഹം അത് പറഞ്ഞു. റസൂലുള്ളാഹിയുടെ മുമ്പിൽ ചെന്ന് ആ ഖേദം അറിയിച്ചപ്പോൾ, ആ കുഫറിൻ്റെ വാക്ക് പറയുമ്പോൾ നിൻ്റെ ഹൃദയം ഏത് നിലപാടിലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസിയായിക്കൊണ്ട് തന്നെയാണ് ഞാനങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പറഞ്ഞത്. ആ സന്ദർഭത്തിലാണ് 106-ാമത്തെ വചനം, മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ഒരാൾ തൻ്റെ ഈമാനിന് ശേഷം കുഫറിൻ്റെ വാക്കുച്ചരിക്കുന്നു, അവൻ നിർബന്ധിക്കപ്പെട്ടുകൊണ്ടാണ് അവനത് പറഞ്ഞത്, അവൻ്റെ ഹൃദയം മുത്മഇന്നും ബിൽ ഈമാൻ, ഈമാനിൽ സമാധാനമടഞ്ഞ ഹൃദയമാണ് എന്ന ആയത്ത് ആ സന്ദർഭത്തിലാണ് അവതരിപ്പിച്ചത്. ആ ആയത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ വ്യക്തമാക്കിയൊരു കാര്യമാണ്, അജ്മഅ അൽ ഉലമാഉ അലാമൻ ഉക്രിഹ അലാ കലിമത്തിൽ കുഫർ. ഒരു കുഫറിൻ്റെ വാക്ക് ഒരാൾ നിർബന്ധിക്കപ്പെട്ട് പറഞ്ഞാൽ, ആളുകൾ അവനെ പറയിപ്പിച്ചാൽ, യജൂസു ലഹു അൻ യഖൂല ബിലിസാനിഹി, അവൻ്റെ നാവുകൊണ്ട് വേണമെങ്കിൽ ആ സന്ദർഭത്തിൽ ആ കുഫറിൻ്റെ പദം നാവുകൊണ്ട് പറയാം. വൈദാ ഖാല ബിലിസാനിഹി ഗൈറ മുഅ്തഖിദിൻ ലാ യകൂനു കുഫ്ര, ആ പറയുന്ന കുഫറിൻ്റെ വാക്കിൽ വിശ്വസിക്കാതെയാണ് അവനത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ പദം കുഫറിൻ്റെ പദമല്ല. ഇനി വഇൻ അബാ അൻ യഖൂലഹു ഹത്താ യുഖ്തല കാന അഫ്ളൽ, അങ്ങനെ പറയിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവനത് പറയാൻ വിസമ്മതിച്ചു, അതിൻ്റെ പേരിൽ അവൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അതവന് അഫ്ളലാണ്, അത് അല്ലാഹുവിൻ്റെ അടുക്കൽ അവന് ഏറ്റവും ശ്രേഷ്ഠമായ പദവിക്ക് കാരണമാകും എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് കഴിഞ്ഞ വചനങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി അള്ളാഹു ഇങ്ങനെ സത്യനിഷേധവുമായി ജീവിക്കുന്ന ആളുകൾ പരലോകത്ത് വരുമ്പോൾ അവരുടെ അവസ്ഥ അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ് 111-ാമത്തെ വചനത്തിൽ. യൗമ തഅ്തി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹാ. യൗമ, ആ ദിവസം എന്ന് പറഞ്ഞാൽ പരലോകം. തഅ്തി, അതാ യഅ്തി, വരും. കുല്ലു നഫ്സിൻ, ഓരോ ദേഹവും, ഓരോ മനുഷ്യനും ഓരോ ദേഹവും വരും. തുജാദിലു അൻ നഫ്സിഹാ, സ്വന്തത്തിൻ്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ട്, പരാതിപ്പെട്ടുകൊണ്ട്. ജാദല യുജാദിലു, അതിലാണ് മുജാദില, സൂറത്തുൽ മുജാദില, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തർക്കിച്ചവൾ എന്നർത്ഥത്തിൽ വന്ന ആയത്ത്, ആ സൂറത്ത്. അപ്പോൾ ഇവിടെ പരലോകത്ത് ഇത്തരം സത്യനിഷേധികൾ അവരുടെ കാര്യത്തിൽ ആവലാതിപ്പെട്ട്, എന്ന് പറഞ്ഞാൽ കുടുങ്ങിപ്പോയല്ലോ എന്ന് ഒരു മനുഷ്യന് ബോധ്യപ്പെടുന്നതാണ് പരലോകം. അതുകൊണ്ടാണ് പരലോകത്തിന് അള്ളാഹു ഇട്ട ഒരു വിശേഷണമാണ് അത്തഗാബുൻ.
സൂറത്തു തഗാബുൻ എന്ന് പറഞ്ഞാൽ നഷ്ടം വെളിപ്പെടുന്ന ദിവസം എന്നാണ്. യൗമുത്തഗാബുൻ, നഷ്ടം വെളിപ്പെടുന്ന ദിവസം. യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, എൻ്റെ ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ വല്ലതും ഒരുക്കിയിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യൻ ഖേദം പറയുന്ന ലോകമാണ് പരലോകം. അപ്പോൾ ആ പരലോകത്ത് ഈ സത്യനിഷേധികളൊക്കെ സ്വന്തത്തിൻ്റെ കാര്യത്തിൽ ആവലാതിയുമായി വരും. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസ്, അഅ്ദറല്ലാഹു ഇലംറിഇൻ, അല്ലാഹ് ഒരാൾക്ക് ഒഴി കഴിവിനുള്ള അവസരം അവന് കൊടുക്കൂല. അഖറ അജലഹു, അവൻ അല്ലാഹു അവധി നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ ആയുസ് നീട്ടിക്കൊടുത്തു ഒരാൾക്ക്. ഹത്താ ബല്ലഗഹു സിത്തീന സന, അങ്ങനെ അവന് 60 വയസ്സ് വരെ ആയുസ് നീട്ടിക്കൊടുത്തു. ഭൗതിക ലോകത്ത് 60 വയസ്സ് വരെ ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ 60 കഴിഞ്ഞ ആളുകൾക്ക് പിന്നെ പരലോകത്ത് ഉദ്റ് ബോധിക്കാൻ കഴിയൂല എന്നാണ്. കാരണം അത്രയും സമയം അവർക്ക് അള്ളാഹു ഇവിടെ കൊടുത്തു എന്നാണ്. 60 കഴിഞ്ഞാൽ പിന്നെ ഉദ്റ് കഴിഞ്ഞു. അള്ളാഹിൻ്റെ മുമ്പിൽ ഒരു ഉദ്റും പറയാൻ, എൻ്റെ അടുത്ത് വന്നു പോയിട്ടോ ഞാൻ അങ്ങനായി ഇങ്ങനായി എന്ന് പറയാനുള്ള അവസരം നിഷേധിക്കപ്പെടും 60 കഴിഞ്ഞാൽ. ഈ ഹദീസിൻ്റെ ഷറഹിൽ കാണാം, വഫിൽ ഹദീസി അന്ന ശൈഖൂഖത നദീറുൽ മൗതി വർ-റഹീലി അനിദ്ദുനിയ. ഒരു 60ഓടെ ഒരാൾ അവൻ്റെ ഒരു പ്രായത്തിൻ്റെ പകുതിയിലേറെ കടന്നുപോയതാണ്, ഒരു വാർദ്ധക്യത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ആ അവസ്ഥ വന്നാൽ അത് നദീറുൽ മൗതി, മരണത്തിൻ്റെ താക്കീതാണ്. വർ-റഹീൽ അനിദ്ദുനിയ, ദുനിയാവിൽ നിന്ന് യാത്ര പോകേണ്ട സമയം അവനെത്തി. വലിഹാദ യംബഗി ലിമൻ ബലഗ സിത്തീന, അതുകൊണ്ട് തന്നെ 60 എത്തിയ ആളുകൾക്ക് അനിവാര്യമാണ് അൽ ഇസ്തിഅദാദു ലിലിഖാഇല്ലാ, അള്ളാഹുവിൻ്റെ ലിഖാ, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തയ്യാറെടുപ്പുകളിൽ അവൻ മറ്റാരെക്കാളും ഒരുങ്ങിക്കൊണ്ടിരിക്കണം. അതുപോലെ വഫീഹി, ഈ ഹദീസിലുണ്ട്, ഇഷാറത്തുൻ ഇല അന്ന ഇസ്തിക്മാല സിത്തീന മളിന്നത്തു ഇൻഖിലാഇൽ അജൽ, 60 പൂർത്തിയാകുക എന്നത് ആയുസ് തീർന്നു പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് എന്നൊക്കെ ഈ ഹദീസിൻ്റെ ഷറഹിൽ കാണും. അപ്പോൾ 60 വയസ്സ് വരെ ഒരാൾക്ക് അള്ളാഹു ഭൗതിക ലോകത്ത് അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ ഉദ്റ് ബോധിപ്പിക്കാനുള്ള, ഒഴികഴിവ് പറയാനുള്ള അവസരം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സത്യനിഷേധികൾ ഈ പരലോകത്ത് വരുമ്പോൾ തുജാദിലു അൻ നഫ്സിഹ, ഓരോരുത്തരും തന്നെക്കുറിച്ച് ഞാൻ അങ്ങനെ ആയല്ലോ ഇങ്ങനെ ആയല്ലോ എന്ന് അവരിങ്ങനെ ഖേദം പറയും. ഈ ആശയം വരുന്ന ഒരുപാട് ആയത്തുകൾ ഹദീസ് വേറെയും നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അല്ലാഹ് പറയാണ്, വതുവഫ കുല്ലു നഫ്സിൻ മാ അമിലത്, വതുവഫ, വഫ പൂർണ്ണമായി നൽകി, വതുവഫ പൂർണ്ണമായി നൽകും, കുല്ലു നഫ്സിൻ ഓരോ ദേഹത്തിനും, മാ അമിലത് അവർ ചെയ്ത നന്മയോ തിന്മയോ ആയ കാര്യങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം പരലോകത്ത് നൽകും. വഹും ലാ യുളമൂൻ, അവരൊരിക്കലും അവിടെ ആക്രമിക്കപ്പെടുകയില്ല, അനീതിക്ക് അക്രമത്തിന് വിധേയരാകുകയില്ല. നന്മകൾ ചെയ്തവർക്ക് ആ നന്മയുടെ പ്രതിഫലവും തിന്മകൾ ചെയ്തവർക്ക് ആ തിന്മയുടെ ശിക്ഷയും അള്ളാഹു പരലോകത്ത് പൂർണ്ണമായി നൽകും. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ വചനമാണല്ലോ സൂറത്തുൽ ബഖറയിലെ 281 വചനം. ആയത്തുദ്ദൈൻ എന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്ത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക, തുർജഊന ഫീഹി ഇലല്ലാഹ്, ആ ദിവസം അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ഓരോ ദേഹവും സമ്പാദിച്ചു കൂട്ടിയതിൻ്റെ ഫലം പൂർണ്ണമായി അവർക്ക് നൽകപ്പെടും. അവരൊരിക്കലും
അനീതിക്ക് വിധേയമാകുകയില്ല. അത് നമ്മൾ ഈ ആയത്തിൽ നിന്ന് പഠിക്കേണ്ടത് നമ്മുടെ ശരിയായ വിശ്വാസവും അതിലൂന്നിയ സൽക്കർമ്മങ്ങൾ പരമാവധി നിഷ്ഠയോടെ അതിന് കൂടുതൽ ജീവിതത്തിൽ അവസരം നമ്മൾ കാണുക. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുക, അങ്ങനെ ജീവിക്കുക. അല്ലാത്ത പക്ഷം പരലോകത്ത് അള്ളാഹ് ആയുസ്സൊക്കെ നൽകിയിട്ടും അതിനൊന്നും സമയം കാണാതെ ദുനിയാവിൻ്റെ പളപളപ്പിൻ്റെ പിന്നാലെ ഓടിപ്പോയി അവസാനം മരിച്ചാൽ അവൻ ഖേദിക്കും എന്നാണ് ഈ ആയത്തിലുള്ളത്. ഇനി അടുത്ത ആയത്ത്, വളറബല്ലാഹു മസല, അള്ളാഹ് ഇതാ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നു. ലൊറബ എന്ന് പറഞ്ഞാൽ നേരത്തെ അടിച്ചു എന്നാണ്. 10 അർത്ഥങ്ങൾ ഭാഷയിൽ ലൊറബക്കുണ്ട്. ലൊറബ മസലൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു എന്നാണ്. ലൊറബല്ലാഹു മസലൻ, അള്ളാഹു ഉപമിച്ച് പറഞ്ഞിരിക്കുന്നു ഖറിയതൻ, ഒരു ഗ്രാമത്തെ. കാനത്ത്, ആ ഗ്രാമം ആയിട്ടുണ്ട്. ആമിനതൻ, അമ്ന്, ആമിന എന്നാൽ നിർഭയമായി കഴിയുന്നവൾ എന്നാണ്. അമ്ന് ലഭിച്ചവൾ എന്നർത്ഥത്തിലാണ് ആമിനത്ത് എന്ന് നമ്മൾ പേരിടാറുണ്ട്. ആമിന, അമ്ന് ലഭിച്ച ആൾ. ആ രാജ്യം പൂർണ്ണമായി നിർഭയത്വത്തിൽ കഴിയുന്ന രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ ശത്രുവിനെക്കുറിച്ചുള്ള ഭയമോ അതുപോലെ പട്ടിണിയെക്കുറിച്ചുള്ള ഭയമോ മറ്റേതെങ്കിലും നിലക്കുള്ള ഭയം ആ നാട്ടുകാർക്കില്ല. മുത്തുമഇന്ന, വളരെ സമാധാനത്തിൽ കഴിയുന്ന നാട്. തുമഇനീനത്ത്, അടക്കം, ഒതുക്കം. നമ്മൾ നിസ്കാരത്തിൽ തുമഇനീനത്ത് എന്ന് പറയല്ലോ, നിസ്കാരത്തിൽ അടങ്ങി ഒതുങ്ങി കഴിയുക. ആ വാക്കേനാണ് മുത്തുമഇന്നത്ത് എന്ന് പറഞ്ഞാൽ ആ നാട് വളരെ ശാന്തി സമാധാനത്തിലും നിർഭയത്വത്തിലും കഴിയുന്ന ഒരു നാടാണ്. ഈ ഖറിയത്ത് ഏതാണ്? അധികം മുഫസ്സിറുകളും പറഞ്ഞത് മക്ക എന്ന രാജ്യത്തെക്കുറിച്ചാണ് എന്നാണ്. എന്നാൽ മുഫസ്സിറുകൾ തന്നെ അള്ളാഹു അത് നിർണയിച്ച് പറഞ്ഞതൊന്നുമല്ല, എല്ലാ ഇതുപോലുള്ള രാജ്യങ്ങൾക്കും പെടാം. അപ്പോൾ നമ്മളെ നാടൊക്കെ ഇതാണ്, ഖറിയത്തൻ മുത്തുമഇന്ന. നമ്മൾ ഇന്ത്യ എന്ന രാജ്യം എടുത്തു നോക്കിയിട്ട് കേരളം എന്ന സംസ്ഥാനവും ആ കേരളത്തിൽ മലപ്പുറം ജില്ല എന്ന നമ്മിലേക്കൊന്ന് ചുരുക്കി നമ്മൾ എടുക്കുമ്പോൾ നമ്മളൊക്കെ ഖറിയത്തൻ ആമിനത്തൻ മുത്തുമഇന്ന, വളരെ സുഖമായി കാറ്റും മഴയും അതുപോലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളൊന്നുമില്ലാത്ത സുന്ദരമായൊരു നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇതുപോലെയായിരുന്നു മക്കയും നാട്. അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ. ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്, അവർക്ക് നല്ല ചൂടുകാലത്തും തണുപ്പ് കാലത്തും അവർ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാൻ ഇണക്കം, അതിനുള്ള സൗകര്യങ്ങൾ അള്ളാഹു ചെയ്തു കൊടുത്ത കാര്യം പറഞ്ഞിട്ട് നിങ്ങളതിന് നന്ദി കാണിക്കണം. എങ്ങനെ നന്ദി കാണിക്കണം? ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഈ വിശുദ്ധ കഅബയുടെ റബ്ബായ അള്ളാഹുവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. ആ അള്ളാഹ് ആമനഹും മിൻ ഖൗഫ്, അവർക്ക് ഭയപ്പാടിൽ നിന്ന് നിർഭയത്വം നൽകി, വിശപ്പിൽ നിന്ന് മോചനം നൽകി എന്ന് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോൾ ഇത് മക്ക എന്ന രാജ്യമാണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും അള്ളാഹ് അതിൽ നിന്നൊരു ഗുണപാഠം നമുക്ക് നൽകാൻ. വളറബല്ലാഹു മസലൻ ഖറിയതൻ കാനത്ത് ആമിനതൻ മുത്മഇന്ന, ആ നാട് വളരെ നിർഭയമായി സമാധാനത്തിൽ കഴിയുന്നു. എന്നിട്ട് അള്ളാഹ് പറയാണ് യഅ്തീഹ, ആ നാട്ടിലേക്ക് വരുന്നു. റിസ്ഖുഹ, പ്രത്യേകിച്ച് റിസ്ക് എന്ന് പറഞ്ഞാൽ അന്നവും വെള്ളവും പിന്നെ സമ്പത്തും മറ്റ് സുഖസൗകര്യങ്ങളൊക്കെ ആ റിസ്കിൽ പെടും. റിസ്ക് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം മാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും പൊതുവായി പറയുന്ന പേരാണ് റിസ്ക്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്, അള്ളാഹു മാത്രമാണ് ആ റിസ്കൊക്കെ നൽകുന്നവൻ. ആ നാട്ടിലേക്ക് യഅ്തീഹ റിസ്ഖുഹ, റിസ്ക് ഉപജീവനം, അന്നവും വെള്ളവും പോലുള്ള അനുഗ്രഹങ്ങളൊക്കെ വരുന്നു. റഗദൻ, റഗദൻ എന്നാൽ വാസിഅൻ ത്വയ്യിബൻ കസീറൻ എന്നാണ് തഫ്സീറിൽ അർത്ഥം കൊടുത്തത്. വളരെ വിശാലമായ നിലക്കും അതിവിശിഷ്ടമായ നിലക്കും ധാരാളം ഏറ്റവും വിശിഷ്ടമായ അന്നവും വെള്ളവും ഭക്ഷണ വിഭവങ്ങളും അത് വിശാലമായി യഥേഷ്ടം
അവർക്ക് നൽകി കിട്ടിക്കൊണ്ടിരിക്കുന്നു. മിൻ കുല്ലി മക്കാൻ, എല്ലാ സ്ഥലത്തു നിന്നും. എന്നാൽ ആ രാജ്യത്തിൻ്റെ ചുറ്റുഭാഗത്തുള്ള നാടുകളിൽ നിന്ന് ഈ നാട്ടിലേക്ക് പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും പച്ചക്കറികളും വെള്ളവും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ അനുഭവിച്ചാണ് ആ നാട്ടുകാർ കഴിയുന്നത്. പക്ഷെ എന്തുണ്ടായി? ഫക്കഫറത്ത്, ആ നാട് നിഷേധിച്ചു. ബി അൻഉമില്ല, നിഅമത്തിൻ്റെ ബഹുവചനാണ് അൻഉം. ബി അൻഉമില്ല, അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളെ ആ നാട്ടുകാർ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹങ്ങളോട് എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? നന്ദികേട് കാണിച്ചു. അവിടെ നിഷേധിക്കുക എന്നത് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് അവർ നന്ദി കെട്ട സ്വഭാവമാണ് കാണിച്ചത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനോ അവനൊന്ന് അൽഹംദുലില്ലാ പറയാനോ ആ നാട്ടുകാർ, ആ രാജ്യക്കാർ തയ്യാറായില്ല. അപ്പോൾ എന്തുണ്ടായി? ഫഅദാഖഹല്ലാ, അള്ളാഹു അവരെ, ആ നാട്ടുകാരെ ആസ്വദിപ്പിച്ചു. അദാഖ യുദീഖു ലിബാസൽ ജൂഇ വൽ ഖൗഫ്. ജൂഅ് വിശപ്പ്, ഖൗഫ് ഭയം. എന്നാൽ ആ ആമിനത്തൻ മുത്മഇന്നത്തൻ എന്ന അനുഗ്രഹം നഷ്ടപ്പെട്ട് പകരെന്തായി? വിശപ്പും ഭയവും അവരെ പിടികൂടി. ഭയപ്പെട്ട് കഴിയുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ നാട്ടിൽ എങ്ങനെ ജീവിക്കാൻ കഴിയുക? ആ നിർഭയത്വം നഷ്ടപ്പെട്ടു. ഒരു ഹദീസിലുണ്ടല്ലോ, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസതു ലഹു ദുനിയ ബിഹദാഫിരിഹ. ഒരാൾ നേരം പുലരുമ്പോൾ വളരെ നിർഭയമായി നേരം പുലരുന്നു. മുആഫൻ ഫീ ജസദിഹി, അവൻ്റെ ശരീരത്തിന് നല്ല ആഫിയത്തും കരുത്തുമുണ്ട്. അവൻ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇൻദഹു ഖൂതു യൗമിഹി, അന്ന് കഴിക്കാനുള്ള ഭക്ഷണവും അവനുണ്ട്. ഈ 3 അനുഗ്രഹം ലഭിച്ചുകൊണ്ട് ആരാണ് നേരം പുലരുന്നത്? ഫകഅന്നമാ ഹീസതു ലഹു ദുനിയ ബിഹദാഫിരിഹ, ദുനിയാവ് മുഴുവൻ കിട്ടിയതിന് തുല്യമാണ് അവനാണ്. ഈ 3 അനുഗ്രഹം കിട്ടിയവൻ ദുനിയാവിലുള്ള മുഴുവൻ സമ്പത്തും സൗകര്യങ്ങളും ലഭിച്ചവനെ പോലെയാണെന്ന്. അപ്പോൾ അത് അള്ളാഹ് കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ അള്ളാഹ് അനുഗ്രഹങ്ങളോട് നന്ദി കാണിച്ചപ്പോൾ ആ സമൂഹത്തിന് കൊടുത്ത ശിക്ഷയാണെന്ത്? ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്. ലിബാസ് എന്ന വസ്ത്രം, അവരെ അള്ളാഹ് വിശപ്പിൻ്റെയും ഭയത്തിൻ്റെയും വസ്ത്രം അണിയിച്ചു. ബിമാ കാനൂ യസ്നഊൻ, സ്വാദാണ് കേട്ടോ, സീനല്ല, സ്വനഅ യസ്നഊൻ. അത് പാരായണം ചെയ്യുമ്പോൾ തന്നെ ആ സ്വാദ് ഉച്ചാരണത്തിൽ വരണം. ബിമാ കാനൂ യസ്നഊൻ, അവർ പ്രവർത്തിച്ചതുകൊണ്ട്. അപ്പോൾ അള്ളാഹ് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ അത് എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർന്ന ഉടനെ പ്രാർത്ഥിച്ചിരുന്നു. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വ അദിനലി ബിദിക്രി. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്, അതേതാ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. അതിൻ്റെ കൂടെ തന്നെ റസൂൽ ഇങ്ങനെയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പ്രാർത്ഥിക്കണം. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി, എൻ്റെ ശരീരത്തിന് ആഫിയത്ത് നൽകിയ അള്ളാഹ്ക്ക് സർവസ്തുതിയും. വറദ്ദ അലയ്യ റൂഹി, ഉറക്കിൽ എൻ്റെ റൂഹിനെ പിടിച്ച അള്ളാഹ് ആ റൂഹിനെ വീണ്ടും തിരിച്ചു തന്നു, അതുകൊണ്ട് എനിക്ക് ഉണരാൻ കഴിഞ്ഞത്. വ അദിനലി ബിദിക്രിഹി, എന്നിട്ട് വീണ്ടും അവനെ ഓർത്ത് ജീവിക്കാൻ എനിക്ക് വീണ്ടും ഇതാ അവസരം തന്നിരിക്കുന്നു. അതാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ഒരു പ്രാർത്ഥന പഠിപ്പിക്കുകയും, നിൻ്റെ നമസ്കാരത്തിൽ, ഫർള് നമസ്കാരത്തിലും സുന്നത്ത് നമസ്കാരത്തിലും സലാം വീട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. ഫർള് നിസ്കാര ശേഷം സലാം, ഫർള് നിസ്കാരത്തിന് സലാം വീട്ടിക്കഴിഞ്ഞാലും പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിന്നെ ഓർക്കാൻ, നിനക്ക് നന്ദി കാണിക്കാൻ, നിനക്ക് നല്ല പോലെ നീ സ്വീകരിക്കുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ നീ എന്നെ സഹായിക്കണേന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഏത് അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കാം. ഒരു പിടി, ഒരു ഉരുള ഭക്ഷണം നമ്മൾ കഴിക്കുന്നുവെങ്കിൽ ബിസ്മില്ലാ എന്ന് പറയാതെ കഴിക്കാൻ പാടില്ല. വലത് കൈയിന് ആരോഗ്യമുള്ളവനാണോ ആ വലത് കൈ കൊണ്ട് തന്നെ അത് കഴിക്കണം. ഒരു മുറുക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് അൽഹംദുലില്ലാ
പക്ഷേ അൽഹംദുലില്ലാ എന്ന് മാത്രമല്ല ആ പഠിപ്പിച്ച പ്രാർത്ഥനയിലൊന്നുള്ളൂ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീ ഗൈറ മഖ്ഫിയിൻ വലാ മുവദ്ദഇൻ വലാ മുസ്തഗ്നൻ അൻഹു റബ്ബന അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥന കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ദിക്റും ദുആ തന്നെയാണ് നന്ദി. അള്ളാഹനെ അങ്ങനെ ഓർത്ത് ജീവിക്കുക. അതില്ലാത്തപ്പോൾ ആ സമൂഹത്തെ എന്ത് ചെയ്തു? അല്ലാണ്ട് അവർക്ക് പട്ടിണിയും വിശപ്പും നൽകി ആ സമൂഹത്തിന് ശിക്ഷ കൊടുത്തു എന്നാണ്. സൂറത്ത് കഹ്ഫിലും അതുപോലെ സൂറത്ത് കലമിലും ഒരു തോട്ടക്കാരൻ്റെ സംഭവം പറയുന്നുണ്ട്. സൂറത്ത് കഹ്ഫിൽ പറയുന്നെന്താ? 2 തോട്ടങ്ങളും അരുവികളും അതിലൂടെ വലിയ വരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യൻ അള്ളാഹനെ നിഷേധിച്ചപ്പോൾ സത്യവിശ്വാസിയായ ഒരാൾ ഇങ്ങനെ പറയരുത്, ഇതൊക്കെ നിൻ്റെ കഴിവുകൊണ്ടല്ല, അത് അള്ള തന്നതാണ് എന്ന് ഉപദേശിച്ചു പറയാൻ. പക്ഷെ അദ്ദേഹം ധിക്കാരിയായപ്പോൾ ആ തോട്ടം കത്തിച്ചാമ്പലായി. സൂറത്ത് കലമിൽ ഒരു സത്യവിശ്വാസിയായ പിതാവ് തൻ്റെ തോട്ടത്തിൽ നിന്ന് വരുമാനങ്ങൾ കിട്ടുമ്പോൾ അതിൽ നിന്ന് കൊയ്തെടുക്കുന്ന സന്ദർഭത്തിലൊക്കെ ഒരുപാട് പാവങ്ങൾ വരും, അവർക്ക് കൊടുക്കും, സക്കാത്തും സ്വതക്കായിട്ട് കൊടുത്തുവിടും. പക്ഷെ ആ പിതാവിൻ്റെ കാലശേഷം മക്കൾ തീരുമാനിച്ചു, ഇനി ഒരു സാധുവും കൊണ്ട് വരണ്ട, ഒരു സാധുവിന് നമ്മളൊന്നും കൊടുക്കരുതെന്ന് തീരുമാനിച്ചു. അവരാ തോട്ടത്തു നിന്ന് കായ്കനികൾ എടുക്കാൻ പോയപ്പോൾ കണ്ടതെന്താ? ആ തോട്ടം ഒന്നാകെ കത്തിച്ചാമ്പലായിട്ടുണ്ട്. അവ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ അള്ളാഹിൻ്റെ ശിക്ഷ ഇറങ്ങിയതിന് ഉദാഹരണങ്ങളാണ് അതൊക്കെ. ഇനി അടുത്ത ആയത്ത്, വലഖദ് ജാഅഹും റസൂലും മിൻഹും, വലഖദ് ജാഅഹും തീർച്ചയായും അവർക്ക് വന്നിട്ടുണ്ട്, റസൂലും മിൻഹും അവരിൽ നിന്ന് തന്നെയുള്ള റസൂലും വന്നിട്ടുണ്ട്. എന്നാൽ അതാ നാട്ടുകാർക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. ഈ പറഞ്ഞ വിഭവങ്ങളൊക്കെ കിട്ടിയ നാട്ടുകാർക്ക് അവരിൽ നിന്ന് തന്നെ. അപ്പോൾ മക്കയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഷ്റഫുൽ ഖൽഖായി അല്ലാഹ് തിരഞ്ഞെടുത്ത് അവരിലേക്ക് പ്രവാചകനാക്കി അയച്ചു. ഫകദ്ദബൂഹു അവർ അദ്ദേഹത്തെ കളവാക്കി. ഫഅഖദഹുമുൽ അദാബ് അപ്പോൾ അവരെ ശിക്ഷ പിടികൂടി. വഹും ളാലിമൂൻ അവരക്രമികളായിരിക്കെ. ആ ലുൽമൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ആദ്യം പെടുന്ന ലുൽമേതാ? ഇന്ന ഷിർക ലുൽമുൻ അലീം. ഷിർക്കാണ് ഏറ്റവും വലിയ അക്രമം. ആ ഷിർക്കടക്കമുള്ള ഷിർക്കും കുഫറുമുള്ള, പിന്നെ ഭക്ഷണ വിഭവങ്ങളോട് നന്ദി കാണിക്കുക, അള്ളാഹുവിനെ ഓർക്കാതിരിക്കുക, അങ്ങനെയുള്ള അക്രമികളായപ്പോൾ അവർക്ക് അള്ളാഹു ശിക്ഷ കൊടുത്തു. എന്നിട്ട് അള്ളാഹ് പൊതുവെ നമ്മളടക്കമുള്ള മനുഷ്യ സമൂഹത്തോട് പറയാണ്, ഫക്കുലു അതിനാൽ നിങ്ങൾ തിന്നുക, മിമ്മാ റസഖകുമുല്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയത്, ഹലാലൻ ത്വയ്യിബൻ ഹലാലായ നിലക്ക് നിങ്ങൾ തിന്നേണ്ടത്. 2 പ്രത്യേകതയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 2 പ്രത്യേകത. ത്വയ്യിബ് ചിലപ്പോൾ ഹലാലാകണമെന്നില്ല. ഒരു കട്ട് കൊടുന്നൊരു വസ്തു അത് ത്വയ്യിബാകും, പക്ഷേ കട്ടെടുത്തത് കൊണ്ട് എന്തായി? അത് ഹലാലല്ല. അപ്പോൾ എന്താകണം? ഹലാലൻ ത്വയ്യിബൻ അള്ളാഹ് അനുവദിച്ചതാകണം, അതോടൊപ്പം വിശിഷ്ടമായതും ആകണം. അപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് ഹലാലായ നിലക്ക് ത്വയ്യിബായ നിലക്ക് നിങ്ങൾ തിന്നുക. വഷ്കുറൂ നിഅ്മത്തല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക. ഇൻ കുന്തും ഇയ്യാഹു തഅ്ബുദൂൻ ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ ഇയ്യാഹു അവനെ മാത്രമാണ് തഅ്ബുദൂൻ ഇബാദത്ത് ആരാധനക്കുന്നുവെങ്കിൽ, ഇയ്യാക്ക നിന്നെ മാത്രം, ഇയ്യാഹു അവനെ മാത്രം. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ, മനുഷ്യന് തന്നെ അള്ളാഹു ചെയ്തു കൊടുത്ത വലിയ ആദരവിൽപ്പെട്ടതാണ് വറസഖ്നാഹും മിനത്വയ്യിബാത്ത് വിശിഷ്ടമായത് മാത്രം തിന്നാനും കുടിക്കാനും മനുഷ്യന് അള്ളാഹു നൽകി എന്നുള്ളത്. ആ വിശിഷ്ടമായത് തിന്നുമ്പോഴും സമ്പാദിക്കുമ്പോഴും എന്ത് ചെയ്യണം? അത് ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തണം. ഒരു ഹദീസിലുണ്ടല്ലോ, ലാ യദ്ഖുലുൽ ജന്നത ലഹമുൻ നബത ഫിൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഒരു ശരീരം സ്വർഗത്തിൽ കടക്കുന്നതല്ല. എന്താ കാരണം? നബത ഫിൽ ഹറാം ഹറാം തിന്നിട്ടാണ് ആ ശരീരം തടിച്ചു കൊഴുത്തത്. ഫന്നാറു ഔലാ ബിഹി നരകമാണ് അവന് ഏറ്റവും അർഹതപ്പെട്ടത്. നമ്മളെ വരുമാനം നമ്മൾ സമ്പാദിക്കുന്നത് ആ മാനം മുട്ട ആകാശം മുട്ട നമുക്ക് സമ്പാദിക്കാം. അള്ളാഹ് ഒരു അതിരും വെച്ചിട്ടില്ല. ഒരാൾക്ക് ഇത്ര സമ്പാദിക്കാൻ പാടില്ല.
ആകാശം മുട്ട സമ്പാദിക്കാം, പക്ഷേ ആ സമ്പാദ്യം ഹലാലാകണം. ഒരു ചെറിയ മുതലാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്, അത് ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തണം. അതാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അടുത്ത ആയത്തിൽ ഹലാലായതും തൊയ്യബായതും തിന്നണമെന്ന് പറയുമ്പോൾ ചിലത് അള്ളാഹു നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതൊന്ന് പൊതുവെ പറഞ്ഞു തരികയാണ്. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത, ഇന്നമാ തീർച്ചയായും, ഹറമ അവൻ ഹറാമാക്കിയിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അലൈക്കും നിങ്ങളുടെ മേൽ, അൽ മൈത്തത, മൈത്തത്ത് മയ്യത്ത് ശവം, ജീവനില്ലാത്തത്, വദ്ദം രക്തം, വലഹ്മൽ ഖിൻസീർ ലഹ്മ് മാംസം, ഖിൻസീർ പന്നി, പന്നി മാംസം, വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബി, വമാ ഉഹില്ല ശബ്ദിക്കപ്പെട്ടത്, അഹല്ല യുഹില്ലു പറഞ്ഞാൽ ഉറക്കെ പറയുക, അതിനാണ് അഹല്ല യുഹില്ലു എന്ന് പറയുന്നത്. ചില ദിക്റുകൾ നമ്മൾ ഉറക്കെ പറയുന്ന സന്ദർഭങ്ങളുണ്ട്. ആ ചില സുന്നത്തുകൾ നമ്മൾ ജീവിപ്പിക്കേണ്ട സുന്നത്തുമാണ്. അതിനെ തഹ്ലീൽ എന്ന് പറയാം. ഇപ്പോൾ നിസ്കാര ശേഷം, ഫർള് നിസ്കാര ശേഷം നമ്മൾ അസ്തഗ്ഫിറുല്ലാ 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 അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു ലഹുൻ നിഅമതു വലഹുൽ ഫളു വലഹു സനാഉൽ ഹസൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീന വലൗ കരിഹൽ കാഫിറൂൻ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി ബിൻകൽ ജദ്. ഇത് കുറച്ച് ഉറക്കനെ നമ്മൾ പറയണം. അതായത് നമ്മളും നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവരും കേൾക്കുന്ന പോലെ പറയണമെന്നാണ്. ഈ സുന്നത്ത് നമ്മിലടക്കം നിർജ്ജീവമായി കിടക്കുകയാണ്. ഇതുപോലെയാണ് വിത്ർ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് അതെന്ത് ചെയ്യണം? 3 വട്ടം പറയണം. മൂന്നാമത്തത് എന്ത് ചെയ്യണം? അത് നീട്ടിയും ഉറക്കയും പറയണമെന്നാണ്. അപ്പം എങ്ങനെ പറയാം? ആദ്യം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. ഒന്ന് പറഞ്ഞു നോക്കിയേ. അതങ്ങനെ പറയണമെന്നാണ്. 3 ഒരുപോലല്ല പറയേണ്ടത്. ആദ്യത്തെ 2 എണ്ണം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. മൂന്നാമത്തത് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. ഇത് നമ്മൾ തറാവീഹ് പള്ളിയിൽ വെച്ച് ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ അവസാനത്തെ സലാം വീട്ടിയാൽ പള്ളിയിൽ നിന്ന് ചെയ്യണം, കൂടുതൽ പറയണം. പക്ഷേ ഈ സുന്നത്ത് പലരും ചെയ്യാറില്ല. നമ്മൾ ഒറ്റയ്ക്ക് രാത്രി വീട്ടിൽ നിന്ന് ഇശയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പോ വിത്ർ നിസ്കരിച്ച് സലാം വീട്ടുമ്പോഴും ഇത് ഈ സുന്നത്ത് എന്ത് ചെയ്യണം? അങ്ങനെ നടപ്പിലാക്കണം. അതുപോലെ ഫർള് നിസ്കാര ശേഷം എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ ദിക്റ് കുറച്ച് ഉറക്കനെ നമ്മളെ ചുറ്റിലിരിക്കുന്ന ആളുകൾ കേൾക്കുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? അത് ഉറക്കെ പറഞ്ഞ് ശീലിക്കുക. ആ വാക്കിന് പറയുന്നതാണ് അഹല്ല യുഹില്ലു എന്നുള്ളത്. റഫ്ഉ സൗത്ത് എന്നാണ്. അഹല്ല എന്ന് പറഞ്ഞാൽ ഒച്ചത്തിൽ പറയാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ജാഹിലിയ കാലഘട്ടത്തിൽ മൃഗങ്ങൾ അറക്കും. ആ മൃഗങ്ങളുടെ പേരിൽ ശബ്ദിക്കപ്പെടുക, അവരുടെ നാമം ഉച്ചരിച്ച് ശബ്ദിക്കപ്പെടുന്നത് എന്നർത്ഥത്തിലാണ്. അള്ളാഹ് ഇവിടെ നമുക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പറഞ്ഞുതരാണ്. 4 എണ്ണം. ഒന്ന് ശവം, ഏത് ശവവും. അതിൽ നിന്ന് വിട്ടു മത്സ്യം എന്നത് അള്ളാഹു ഒഴിവാക്കി. അത് ഹദീസിൽ വന്നു. സുഇല അൻ മാ ഇൽ ബഹർ, സമുദ്രത്തിലെ വെള്ളത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത്തൊഹൂറു മാ ഉഹു, നിങ്ങൾ അതിലെ വെള്ളം നിങ്ങൾക്ക് ശുദ്ധമാണ്. വൽ ഹില്ലു മൈതതുഹു, അതിൽ നിന്ന് ലഭിക്കുന്ന ശവം അഥവാ മീൻ നിങ്ങൾക്ക് ഹലാലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊഴികെ ബാക്കിയുള്ള ശവങ്ങൾ നിഷിദ്ധമാണ്. പിന്നെ രക്തം, ചിന്തപ്പെടുന്ന രക്തം, പിന്നെ പന്നി മാംസം. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബി, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ശബ്ദിക്കപ്പെട്ടത്. അതാണ് ഇമാം മുസ്ലിമും ബുഖാരിയും ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണും, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ല, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ധാരാളമാണ്.
മൊയ്തീൻ ഷേഖിൻ്റെ പേരിലും അമൃതങ്ങളുടെ പേരിലും എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിലടക്കം റബീഉൽ അവ്വലിൽ അറുക്കപ്പെടുന്നു. അത് ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ എന്നതിൽ പെടും. അതാണ് ഈ പറഞ്ഞ ഒമാ ഉഹില്ല ലിഗൈരില്ലാഹി ബി. ഇതുപോലുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലത്ത് വന്നിട്ടുണ്ട്. സൂറത്ത് ബഖറയിൽ 173 കാണാം, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹ്മൽ ഖിൻസീരി വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാ. പിന്നെ സൂറത്ത് മാഇദ 3 ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തതു വദ്ദമു വലഹ്മുൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബി. പിന്നെ സൂറത്ത് നഹ്ൽ 115 ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹ്മൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബി. ഇനി നമ്മുടെ നാട്ടിലെ ആളുകൾ അതിനെ ഈ അള്ളാഹു അല്ലാത്തവരിൽ അറുക്കപ്പെടുന്ന ശബ്ദിക്കപ്പെടുന്ന ന്യായീകരിക്കാറുള്ളത് ഞങ്ങൾ ബിസ്മി ചൊല്ലിയിട്ടാണല്ലോ അറുക്കലുള്ളതാണ്. കാരണം അറുക്കുമ്പോൾ ബിസ്മിയല്ലോ. പക്ഷെ ബിസ്മി ചൊല്ലി അറുത്തു എന്നതുകൊണ്ട് അത് ഹലാലാവൂല. ബിസ്മി ചൊല്ലി ഒരാൾ ഹറാമായ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പാനീയം കുടിക്കുന്നു, അതുകൊണ്ട് അത് ഹലാലാകുമോ? ഹലാലാവൂല. ഇനി മാത്രമല്ല, രണ്ടാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നവവി റഹ്മഹുല്ല, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൻ്റെ ഷറഹ് ചെയ്തപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞത് കാണാം, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ. ആ ഹദീസിനെ വിശദീകരിക്കാൻ ഇമാം നവവി, അമ്മ ദബഹു ലിഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവർക്ക് അറുക്കുക എന്ന് പറഞ്ഞാൽ ഫൽ മുറാദു ബിഹി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻ യദ്ബഹ ബിസ്മി ഗൈരില്ലാഹി തആല, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കലാണ്. ഏതുപോലെ കമൻ ദബഹ ലിസ്വനമി, ഒരാൾ വിഗ്രഹത്തിന് അറുക്കുന്നത് പോലെ, അവിസ്വലീബി, കുരിശിന് അറുക്കുന്നത് പോലെ, ഔലി മൂസ ഔലി ഈസ അലൈഹിമസ്സലാം, മൂസാ നബിയുടെ പേരിലും ഈസാ നബിയുടെ പേരിലും അറുക്കുന്നത് പോലെ. എന്നിട്ട് പറഞ്ഞു ഔലിൽ കഅബത്തി, അല്ലെങ്കിൽ കഅബയുടെ പേരിൽ അറുക്കുന്നത് പോലെ, വനഹ്വി ദാലിക ഫക്കുല്ലു ഹാദാ ഹറാം. നോക്കൂ നിങ്ങൾ, മൂസാ നബിയുടെ പേരിൽ ഒരാൾ അറുത്താൽ, ഈസ നബിയുടെ പേരിൽ ഒരാൾ അറുത്താൽ അതൊക്കെ ഹറാമാണ്. വലാ തഹില്ലു ഹാദിഹി ദബീഹ, ഈ അറവ് ഒരിക്കലും അനുവദനീയമല്ല, ആ മാംസം കഴിക്കാനും പാടില്ല. സവാഉൻ കാനത് ദാബിഹു മുസ്ലിമൻ ഔ നസ്റാനിയൻ ഔ യഹൂദിയൻ, ആ അറുത്ത ആള് മുസ്ലിമാണെങ്കിലും ഇനി ഒരു നസ്റാനിയാണെങ്കിലും ജൂതനാണെങ്കിലും. എന്നിട്ട് പറയാണ് ഫഇൻ ഖസദ മഅ ദാലിക, ആ അറുക്കുമ്പോൾ അവൻ ലക്ഷ്യമാക്കുന്നത് തഅലീമൽ മദ്ബൂഹി ലഹു ഗൈരില്ലാഹി തആല, അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും അവരെ ബഹുമാനിക്കലാണ് ആ അറിവ് കൊണ്ട് ഉദ്ദേശം. വൽ ഇബാദത്തു ലഹു, അല്ലെങ്കിൽ അവർക്കുള്ള ഇബാദത്താണെങ്കിൽ കാന ദാലിക കുഫ്റ, അതെന്താണ്? കുഫ്റാൻ. എന്നിട്ട് പറഞ്ഞു വഇൻ കാന ദാബിഹു ഖബല ദാലിക മുസ്ലിമൻ സോറ ബിദ്ദബ്ഹി മുർത്തദ്ദ, അറുക്കുന്നവൻ അറുക്കുന്നതിന് മുമ്പ് മുസ്ലിമാണെങ്കിൽ ആ അറിവോടുകൂടി അവൻ എന്ത് ചെയ്തു? മുർത്തദ്ദായി പോയി. എത്ര ഗൗരവമുള്ള കാര്യമാണ്. ഇന്ന് സമൂഹത്തിൽ ഒരു നിലക്കും ഒരു തീരെ വളരെ നിസ്സാരമായി കണ്ട എന്നാൽ വലിയ പോരുഷയായി അവതരിപ്പിക്കുന്നതാണ് അള്ളാഹു അല്ലാത്ത പേരിൽ അറുക്കുക എന്നുള്ളത്. അപ്പോൾ ബിസ്മി ചൊല്ലി എന്നത് കൊണ്ടൊന്നതും അനുവദനയാകൂല. ഇവിടെ പറഞ്ഞ അള്ളാഹ് നിഷിദ്ധമാക്കിയ ഭക്ഷണ വിഭവങ്ങളിൽ ശവം, രക്തം, പന്നിമാംസം, വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബി, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ശബ്ദിക്കപ്പെട്ടത്, അതും നിഷിദ്ധമാണ്. എന്നിട്ട് അള്ളാഹ് പറയുന്നു ഫമനിളുത്തുറ, ആരെങ്കിലും നിർബന്ധിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹു അല്ലാത്ത പേരിൽ അറുക്കപ്പെട്ടതും പിന്നെ പന്നിമാംസം കഴിക്കാനും രക്തം കുടിക്കാനും ശവം തിന്നാനും ഒരാൾ നിർബന്ധിക്കപ്പെട്ടു. എങ്ങനെ? ഒയ്റബാഗിൻ, ബഗാന്നാണ് ആഗ്രഹിച്ചു എന്നാണ്. അതിനോടൊരു ആഗ്രഹവും അവനക്കില്ല, പക്ഷെ ഓൻ നിർബന്ധിക്കപ്പെടാം. ചിലപ്പോൾ നിർബന്ധിച്ച് തീറ്റിച്ചു നോക്കുക, അല്ലെങ്കിൽ പട്ടിണി സഹിക്കാൻ കഴിഞ്ഞില്ല, വിശപ്പ് സഹിക്കാൻ കഴിഞ്ഞില്ല, ഒരല്പം തിന്നേണ്ടി വന്നു, അതൊക്കെയാണ് അതിലുള്ളത്. അല്ലാതെ അതിനോട് കൊതി കൊണ്ടല്ല, വല ആദിൻ, ധിക്കരിച്ചു കൊണ്ടുമല്ല, എന്നാൽ അതിര് വിട്ടുകൊണ്ടും അല്ലാതെ ആരെങ്കിലും നിർബന്ധിക്കപ്പെട്ടാൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അത്രയൊരു തെറ്റൊരാൾ ചെയ്താൽ അള്ളാഹുവിന് ഗഫൂറാണ്, റഹീമാണ്, അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്.
എന്നിട്ട് അല്ലാഹു പറയാണ് വലാ തഖൂലൂ, നിങ്ങൾ പറയരുത്, ലിമാ തസിഫു അൽസിനത്തുക്കുമുൽ കദിബ. വസഫ യസിഫ് പറഞ്ഞാൽ വർണ്ണിക്കുക, വിശേഷിപ്പിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാവിന് വർണ്ണനയായി തോന്നുന്നത് നിങ്ങൾ വിളിച്ചു പറയരുത്. എങ്ങനെ? കളവ്. വലാ തഖൂലൂ ലിമാ തസിഫു അൽസിനത്തുക്കും അൽ കദിബ. നിങ്ങളെ നാവിന് നല്ല സുഖകരമായി കളവ് പറയാൻ തോന്നിയാൽ അത് പറയരുത് നിങ്ങൾ. എങ്ങനെ? ആദാ ഹലാലുൻ വഹാദാ ഹറാമുൻ, ഇതൊക്കെ ഹലാലാണ് ഇതൊക്കെ ഹറാമാണ് എന്ന നിലക്ക് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിളിച്ചു പറയും. കാരണം മക്കയിലെ മുശ്രിക്കുകൾ അവർ പലതും അനുവദിച്ചു, പല കാര്യങ്ങളും അവർ നിഷിദ്ധാക്കി. അവരിൽ പുരുഷന്മാർക്ക് ചില ഭക്ഷണ വിഭവങ്ങൾ ഹലാലാക്കിയപ്പോൾ സ്ത്രീകൾക്ക് അവരത് നിഷിദ്ധമാക്കി. സൂറത്ത് മാഇദയിൽ അള്ളാഹു അവർ ഉണ്ടാക്കി വെച്ച ആരാധ്യന്മാരെക്കുറിച്ച്, അവരുടെ ആലിഹത്തുകൾക്കുടെ പേരിൽ നേർച്ചയാക്കപ്പെട്ട ബഹീമത്ത്, സ്വായിബത്ത്, ഹാമ്, വസീലത്ത് എന്ന മൃഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോ പ്രായത്തിലെത്തിയ ഒട്ടകങ്ങളെ, അതുപോലെ ഓരോ പ്രായത്തിലെത്തിയ ആടുകളൊക്കെ എന്ത് ചെയ്യും? അവർ ആ നിശ്ചിത പ്രായമെത്തിയാൽ അവിടെ ആലിഹത്തുകൾക്ക്, ആരാധ്യന്മാർക്ക് നേർച്ചയാക്കും. അള്ള പറഞ്ഞത് അതൊക്കെ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. അതിനെക്കുറിച്ചൊക്കെയാണ് എന്ത് ഈ പറയുന്നത്. നിങ്ങളുടെ നാവിന് വർണ്ണനയായി തോന്നുന്ന നിലക്ക് കളവിൻ്റെ വാക്ക് ആദാ ഹലാലുൻ വഹാദാ ഹറാമുൻ, ഇത് അനുവദനീയമാണ് ഇത് നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ പറയരുത്. ലിതഫ്തറു അലല്ലാഹിൽ കദിബ. അത് നിങ്ങൾ എന്തിനാ പറയുന്നത്? ലിതഫ്തറു, ഇഫ്തറ യഫ്തരി എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ച് പറഞ്ഞു എന്നാണ്. അലല്ലാഹിൽ കദിബ, അള്ളാൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ച് പറയാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ പേരിൽ അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. സൂറത്തുൽ അറാഫിൽ അള്ളാഹ് നമുക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞത് അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തത് അള്ളാൻ്റെ പേരിൽ പറയരുത്. അത് ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ മുൻഗാമികളിൽ പലരും ഫത്വ കൊടുക്കാൻ പോലും ഭയപ്പെട്ടിരുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ ഫത്വ ചോദിക്കുമ്പോൾ ഫത്വ പറയാൻ പോലും അവർ ഭയപ്പെട്ടു. എന്താ കാരണം? ഏതെങ്കിലും നിലക്ക് അള്ളാഹ് അനുവദിച്ചത് ഇല്ലാത്തത് പറയുന്നൊരവസ്ഥ വരുമോ, ഞാൻ അതിൻ്റെ പേരിൽ പാപ്പിയാകുമോ എന്നവർ ഭയപ്പെട്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ പലപ്പോഴും പല ചോദ്യങ്ങളും വരുമ്പോൾ അവർ ലാ അതിരി, ഇമാം മാലിക് റഹ്മഹുല്ലയോട് ഒരിക്കൽ 70ഓളം ചോദ്യം ചോദിച്ചപ്പോൾ അതിൽ വളരെ കുറഞ്ഞതിന് ഉത്തരം പറഞ്ഞ് ബാക്കിയൊക്കെ ലാ അതിരി, എനിക്കറിയില്ല. അത്ര സൂക്ഷ്മത അവർക്ക് നിർവഹിച്ചത് കാണാൻ കഴിയും. ഇന്നിപ്പോൾ അള്ളാഹിൻ്റെ പേരിൽ എന്തും പറയാമെന്നിടത്തേക്കാണ് ആളുകൾ എത്തിപ്പെടുന്നത്. ആയത്തുകൾ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ യഥേഷ്ടം ദുർവ്യാഖ്യാനിക്കാൻ ഒരു ഭയവുമില്ലാത്ത സമൂഹം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. യഥാർത്ഥത്തിൽ അത് എത്ര ഗൗരവമുള്ള കാര്യമാണ്. മൻ ഫസ്സറൽ ഖുർആന ബിഗൈരി തഅ്വീലിഹി, അള്ളാഹ് അവതരിപ്പിച്ച വ്യാഖ്യാനമല്ലാതെ, റസൂലുള്ള പറഞ്ഞു തന്ന സ്വഹാബത്ത് മനസ്സിലാക്കിയ വ്യാഖ്യാനമല്ലാതെ ഒരാൾ ഖുർആനിനെ വിശദീകരിച്ചാൽ അവന് നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ എന്നാണ്. അത്ര സൂക്ഷിക്കണം. റസൂലുള്ള പറഞ്ഞു മൻ കദബ അലയ്യ മുതഅമ്മിദൻ, എൻ്റെ മേലിൽ ഒരാൾ ബോധപൂർവം കളവ് പറഞ്ഞാൽ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, അവൻ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. അപ്പോൾ അതൊക്കെ ഇതിൽ പെടും. എന്നിട്ട് അല്ലാഹ് പറയാണ് ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. ഇന്നല്ലദീന, തീർച്ചയായും ഒരു കൂട്ടം ആളുകൾ, യഫ്തറൂന അലല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ മേൽ കച്ച വെട്ടിപ്പറയുന്നു, അൽ കദിബ, കളവ്, ലാ യുഫ്ലിഹൂൻ, അവരൊരിക്കലും വിജയിക്കുകയില്ല. താൽക്കാലികമായ ലാഭം മാത്രമേ അതുകൊണ്ട് അവർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹ് ആദ്യം ഫകുലൂ മിമ്മാ റസഖക്കുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ, അള്ളാഹ് നിങ്ങൾക്ക് നൽകിയ ഭക്ഷണ വിഭവങ്ങളിൽ അള്ളാഹ് അനുവദിച്ചതും വിശിഷ്ടമായതും നിങ്ങൾ തിന്നുക. അങ്ങനെ അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുക, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് വിഭവങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അള്ളാഹ് നമുക്ക് അനുവദിച്ചത് ധാരാളമായിരിക്കും, നിഷിദ്ധമാക്കിയതോ
വളരെ കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ അവൻ്റെ സമ്പാദ്യവും അവൻ തിന്നുന്നതും അവൻ കുടിക്കുന്നതുമൊക്കെ ഹലാലായ നിലക്ക് കൊണ്ടു നടക്കാൻ ഒരു പ്രയാസമില്ല. കാരണം ഹറാമായ വളരെ കുറഞ്ഞ നിഷിദ്ധമായത് അള്ളാഹ് നമുക്ക് എണ്ണി എണ്ണി പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് അള്ളാഹു അനുവദിച്ചതാണ്. പക്ഷേ ഭൂരിപക്ഷം മനുഷ്യരും അത് ശ്രദ്ധിക്കാതെ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ തൊയ്യിബ് എന്ന നാമത്തെ പഠിപ്പിച്ചല്ലോ. ഇന്നല്ലാഹു തൊയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തൊയ്യിബ. അള്ളാഹ് ഏറ്റവും വിശിഷ്ടനാണ്, ശുദ്ധിയുള്ളവനാണ്, നല്ലവനാണ്. ലാ യഖ്ബലു ഇല്ലാ തൊയ്യിബ, തൊയ്യിബല്ലാത്തതൊന്നും അള്ളാഹ് സ്വീകരിക്കൂല. എന്നിട്ട് പറഞ്ഞു, റസൂൽ അങ്ങനെ പറഞ്ഞു, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ദീർഘയാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്തും തലമുടിയിലും ശരീരങ്ങളിലുമൊക്കെ വസ്ത്രങ്ങളിലുമൊക്കെ ആ യാത്രയുടെ പാടുകളുണ്ട്. എന്നിട്ടതാ മനുഷ്യൻ യാത്രയിൽ ഒരു വിശ്രമിക്കാൻ സമയം കിട്ടിയപ്പോൾ വിശ്രമിച്ച് ആകാശത്തിലേക്ക് കൈ ഉയർത്തി യാ റബ്ബി യാ റബ്ബി, എൻ്റെ റബ്ബേ എൻ്റെ കാര്യം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മത്അമുഹു ഹറാം, മൽബസുഹു ഹറാം, മഷറബുഹു ഹറാം, ഉദിയ ഫിൽ ഹറാം. അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, അവൻ ഉടുത്ത വസ്ത്രം ഹറാമാണ്, അവൻ കുടിക്കുന്ന വെള്ളം ഹറാമാണ്. ഉദിയ ഫിൽ ഹറാം, അവൻ ഹറാമിലാണ് ഊട്ടപ്പെട്ടിട്ടുള്ളത്. ഫഅന്നാ യുസ്തജാബു ലഹു, അവൻ ആര് ഉത്തരം നൽകാൻ എന്ന് പറഞ്ഞാൽ ഒരു വിധം ആളുകളും തൻ്റെ സമ്പാദ്യത്തിൻ്റെ കാര്യത്തിൽ അത് ശ്രദ്ധിക്കൂല. വിശ്വാസ പറഞ്ഞല്ലോ, ഒരു യതി അലന്നാസി സമാൻ, മനുഷ്യർക്കൊരു കാലം വരും, ലാ യുബാലിൽ മർഉ, ഒരാൾ പരിഗണിക്കുകയില്ല, അമിനൽ ഹലാലി അമിനൽ ഹറാമി ഇക്തസബ്, അവൻ ഹറാമാണോ ഈ സമ്പാദിക്കുന്നത് ഹലാലാണോ സമ്പാദിക്കുന്നത് എന്ന് പരിഗണിക്കാതെ സമ്പാദിച്ചു കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ ജീവിക്കുന്ന ആളുകളെ കാണാം, ആളുകൾ വരും ഈ ഉമ്മത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭയപ്പെടുക. അള്ളാഹ് നമുക്ക് അനുവദിച്ചത് തന്നെ ധാരാളമുണ്ട്. അതിൽ നിന്ന് വളരെ കുറച്ച് എണ്ണം മാത്രമാണ് അള്ളാഹ് നിഷിദ്ധമാക്കിയിട്ടുള്ളത്. ആ നിഷിദ്ധത്തെ നമ്മൾ തടുക്കുക, ജീവിതത്തിൽ വേണ്ട എന്ന് വെക്കുക. അനുവദിച്ചത് മാത്രം തിന്നുന്ന കുടിക്കുന്ന അവസ്ഥ വരെ മുൻഗാമികളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു കുടുംബനാഥൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആ വീട്ടിലുള്ള ഭാര്യയും മക്കളും അദ്ദേഹത്തെ ഉപദേശിക്കുന്നതാണ്, ഇയ്യാക വ കസ്ബൽ ഹറാം, ഹറാമ് സമ്പാദിക്കുന്നത് സൂക്ഷിക്കണം. ഫഇന്നാ നസ്ബിറു അലൽ ജൂഇ വൽ അതശ്, ദാഹവും വിശപ്പും ഞങ്ങൾ എത്രയും സഹിക്കാം. വലാ നസ്ബിറു അലന്നാർ, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല. സമ്പാദ്യം ഹലാലാക്കുക, നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തണം. അത് അള്ളാഹുവിനുള്ള ഒരു നന്ദിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലത് കഴിക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നു, അതോടൊപ്പം തൗഹീദ് സ്വീകരിക്കുക, തൗഹീദിൽ അനുസരിച്ച് ജീവിക്കുക, അതൊക്കെയാണ് അള്ളാഹുവിനുള്ള ശുക്ർ, അള്ളാഹുവിനുള്ള നന്ദി കാണിക്കൽ. അനുഗ്രഹങ്ങളെ അള്ളാഹു നമുക്ക് നൽകുമ്പോൾ അനുഗ്രഹങ്ങൾ അംഗീകരിക്കുക, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. അത് അവൻ്റെ തൃപ്തിയിൽ മാത്രമായി അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ നിങ്ങൾ ഇന്നത് ഹറാമ് ഇന്നത് ഹലാല് എന്ന് പറയരുത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ സൂറത്ത് മായിദയിലെ 103-ാമത്തെ ആയത്തിൽ കാണും, മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ഇലാഹുകൾക്ക് നേർച്ച നേർന്നിരുന്ന മൃഗങ്ങളെക്കുറിച്ച്, മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാമിൻ എന്ന് പറഞ്ഞാൽ ബഹീറത്ത്, സായിബത്ത്, വസീലത്ത്, ഹാമ് അത് ഒട്ടകങ്ങളും ആടുകളുമൊക്കെയാണ്. ഒരു നിശ്ചിത പ്രായമെത്തുമ്പോൾ ആ മൃഗങ്ങളെ, ആ ഒട്ടകങ്ങളെ, ആടുകളെ അവരുടെ ആരാധന്യ നേർച്ചയാക്കിയിടും. അത് അവർ അങ്ങനെ ചെയ്തപ്പോൾ അള്ളാഹ് പറയാണ്, മാ ജഅലല്ലാ, ഇതൊന്നും അള്ളാഹ് നിശ്ചയിച്ചതല്ല. വലാകിന്നല്ലദീന കഫറു, എന്നാൽ സത്യനിഷേധികൾ യഫ്തറൂന അലല്ലാഹിൽ കദിബ്, അള്ളാഹിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ചതാണ്. വ അക്തറുഹും ലാ യഅഖിലൂൻ, അവൽ ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കാത്തവരാണ്. അതിനാണ് ഇവിടെയും പറഞ്ഞത്, ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ, അള്ളാഹിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ച് പറഞ്ഞാൽ, അതിപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ശിർക്ക് സ്ഥാപിക്കാനടക്കം, ബിദ്അത്തുകൾ സ്ഥാപിക്കാനടക്കം ഈ കളവ് പറയുന്നുണ്ട്. ഒരു ഹദീസ് തന്നെയുണ്ടല്ലോ, റസൂലുള്ള പറഞ്ഞല്ലോ, ഹലാക്ക് ഉമ്മത്തി ഫിൽ കിതാബി വല്ലബൻ,
എൻ്റെ ഉമ്മത്തിൻ്റെ നാശം കിതാബിലും ലബനിലുമാണ്. വിശുദ്ധ ഖുർആൻ കൊണ്ടും ലബൻ പാൽ, ആ പാല് കൊണ്ടും എൻ്റെ ഉമ്മത്ത് നശിക്കും. സഹാബത്ത് ചോദിച്ചു, മൽ കിതാബു വൽ ലബൻ, എന്താണ് ഈ ഉമ്മത്ത് പാല് കൊണ്ട് നശിക്കുക, കിതാബ് കൊണ്ട് നശിക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, യതഅല്ലമൂനൽ ഖുർആന വയതഅവ്വലൂന അലാ ഗൈരി മാ അൻസലല്ലാഹ്. അവർ ഖുർആൻ പഠിക്കും, പക്ഷെ അള്ളാഹ് അവതരിപ്പിക്കാത്ത നിലക്ക് അവരെന്ത് ചെയ്യും? അള്ളാഹ് അവതരിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് മാറ്റി അതിനെ ദുർവ്യാഖ്യാനിക്കും. അങ്ങനെ അവർ നശിക്കും. പിന്നെ ലബൻ്റെ പിന്നാലെ പോകും, പാലിൻ്റെ പിന്നാലെ, ഒട്ടകങ്ങളെയും ഒക്കെ വളർത്തി അതിൻ്റെ വരുമാനം, പാല് വലിയ വരുമാനമാണ്. അതിൻ്റെ പിന്നാലെ ഒട്ടകങ്ങളെ വളർത്തി അവരിങ്ങനെ മേച്ചു നടക്കും. യദഊനൽ ജുമുഅ വൽ ജമാഅത്ത്, അതിനിടയിൽ ജുമുഅകളും ജമാഅത്തുകളും അവർ ഉപേക്ഷിക്കും. എന്ന് പറഞ്ഞാൽ അവനവൻ്റെ വരുമാന മാർഗത്തിൻ്റെ പിന്നാലെ പോയി അള്ളാഹ്ക്കുള്ള ഇബാദത്തുകൾ അവർ ഉപേക്ഷിക്കും. അങ്ങനെ നശിക്കുന്നു. അപ്പോൾ ഈ ആയത്ത് ഇതിലൊക്കെ ബാധകമാണ്. പൊതുവായിട്ടാണ് അള്ളാഹിൻ്റെ മേൽ ഏത് നിലക്ക് കളവ് പറഞ്ഞാലും ലാ യുഫ്ലിഹൂൻ. എന്നിട്ട് അള്ളാഹ് അത് അവസാനിപ്പിക്കുന്നത് മതാഉൻ ഖലീലുൻ എന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങനെ ഇന്നത് ഹലാലും ഇന്നത് ഹറാമുമാക്കി നേടിയെടുക്കുന്നത് മതാഉൻ ഖലീൽ, തുച്ഛം വിഭവം മാത്രമാണ്. അതുകൊണ്ട് താൽക്കാലികമായ നേട്ടം മാത്രമാണ് ഭൗതിക ലോകത്ത് അവർക്കുള്ളത്. വലഹും, അവർക്കുണ്ട് അദാബുൻ അലീം, കഠിന കഠോരമായ ശിക്ഷ അവർക്കുണ്ട്. അവിടെ നിർത്തുമല്ലേ? ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സോടുകൂടി സൂറത്തുൻ നഹൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പകർത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി സഹായിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.